Chunga Jewelry 5 minutes fun star. Team Carnivalന്റെ ഫിലിം കോമഡി സീൻ വിഷ്വലൈസിംഗ് റൗണ്ട് ആണ് നമ്മൾ കണ്ടത്. മനോഹരമായിരുന്നു, നന്നായിട്ട് രസിക്കാൻ പറ്റി. ആദ്യം തന്നെ നമ്മുടെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശബരിനാഥ് ഐരൂപ്പാർ, അമീൻ കൊല്ലം, അഖിൽ തൃപ്പൂണിത്തുറ, രാജ്മോഹൻ, മജേഷ് തരൂർ, ജിജു പി ഡാനിയൽ കൊടുമൺ, സത്താർ ആലുവ. ഓക്കെ, വളരെ മനോഹരമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ടീം കാർണിവൽ എന്തായിരുന്നു സ്റ്റേജിൽ ഒരു സിനിമ കൊണ്ടുവന്ന് അങ്ങ് ഇറക്കുമായിരുന്നല്ലോ. കോമഡി സീൻ എന്ന് പറഞ്ഞിട്ട് നല്ലതായിരുന്നു, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ടത് വിഷ്ണു, സ്റ്റേജ് തകർക്കാനാണോ ഒന്നിങ്ങോട് വന്നത്? അങ്ങ് ചാടിത്തുള്ളി ഞാൻ സ്റ്റേജ് പൊളിയോന്ന് വരെ വിചാരിച്ചു കേട്ടോ. സ്റ്റേജ് പൊളിഞ്ഞാലും വേണ്ടില്ല, നല്ല മനോഹരമായിരുന്നു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ രമേശ് ആലുവ അല്ലേ, നന്നായിരുന്നു, വളരെ മനോഹരമായിട്ട്. മെയിൻ ഒരു ക്യാരക്ടറാണ് ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് വന്ന് ഇത്ര മനോഹരമാക്കിയത്. നന്നായിരുന്നു, വളരെ നല്ല സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ബാക്കി നമ്മുടെ ടീം അംഗങ്ങളെക്കുറിച്ചും സ്കിറ്റിനെ കുറിച്ചും ആധികാരികമായിട്ട് പറയാൻ നമ്മുടെ ജഡ്ജസ് ഉണ്ട്. നാഷിക ഗംഭീരമായിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു. ശരിക്ക് മണിച്ചിത്രത്താഴ് സിനിമ, ആ സിനിമയിലെ കഥാപാത്രങ്ങൾ അതിൻ്റെ പുനരാവിഷ്കരിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ സിനിമ കോമഡി റൗണ്ടിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു എന്താണ് സിനിമ കോമഡി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു. മോഹൻലാൽ, ലാലേട്ടൻ്റെ ഡ്യൂപ്പ്, പപ്പുവേട്ടൻ്റെ ഡ്യൂപ്പ്, അതല്ലാതെ വരുന്ന സപ്പോർട്ടിങ് വിഷ്ണു, ഇതിലെ മെയിൻ കഥാപാത്രം ചെയ്തത്. ശരിക്ക് നമ്മൾ ശോഭന ചേച്ചി മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ ശോഭന ചേച്ചിയെ നമുക്ക് ഇങ്ങനെ എപ്പോഴും ആ സിനിമയെക്കുറിച്ചിട്ട് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ശോഭന ചേച്ചി. അത് പല ഭാഷയിൽ വന്നിട്ടും പക്ഷേ ശോഭന ചേച്ചിയുടെ ആ ഒരു മുഖമാണ് നമുക്ക് ഓർമ്മയില്ല. ശോഭന ചേച്ചിയുടെ മുഖമാണ് നമുക്ക് പെട്ടെന്ന് ഇതാണ്. പക്ഷേ ഇവിടെ വിഷ്ണു, എനിക്ക് തോന്നുന്നത് വിഷ്ണു അതിൻ്റെ ഒരു ഡ്യൂപ്പ് പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ആ ബോഡി ലാംഗ്വേജും ബോഡി ഷേപ്പും എല്ലാം കൃത്യമാണ് കേട്ടോ. അത് തന്നെയല്ല, മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ചടുല നൃത്തമായിരുന്നു. എന്ത് നൃത്തം? ചടുല നൃത്തം, ചടുല വേഗ താളം അല്ലേ. അതെ. പിന്നെന്താ പറയുക, ഇതൊരു സിനിമ കണ്ട മൂഡ്. അത് വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് ഇതുപോലെ സ്കിറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബിജി ചേട്ടാ. സൈന, ബ്രിജേഷ്, വളരെ മനോഹരമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കളർഫുൾ എന്ന് പറയുമ്പോൾ മഞ്ഞ, ചുവപ്പ്, പച്ച ഇതൊക്കെ ഇട്ട് കളർഫുള്ളാക്കും. പക്ഷേ ഇത് ഒരു നാടൻ മുണ്ടും സെറ്റ് മുണ്ടും എടുത്ത് മാത്രം കൊണ്ട് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് മാത്രം ഇട്ടൊരു കളർഫുള്ള് ആദ്യം തന്നെ. അത് വളരെ മനോഹരമായിരുന്നു. എല്ലാവരും കൂടി ആ ഒരു കോറസായിട്ട് ആ യൂണിഫോമിൽ വന്നപ്പോൾ വളരെ മനോഹരമായിരുന്നത്. നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നത്. കാരണം നിങ്ങളുടെ മറ്റേ നാഗവല്ലിനെ കൊണ്ടുപോകണ ഒരു പോക്കില്ലേ, പമ്മി പമ്മി പമ്മി, അതൊക്കെ നല്ല ഹ്യൂമർ. കാരണം അതിനകത്ത് ഡയലോഗ് ഇല്ലെങ്കിലും ആ ആക്ഷനിൽ നമുക്ക് ചിരി വന്നു പോയി. പിന്നെ അതുപോലെ തന്നെ വിഷ്ണു നൃത്തം ശരിക്കും ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? എന്നിട്ട് ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിലോ? പഠിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പഠിച്ചിരുന്നെങ്കിൽ വല്ല ഡാൻസ് ടീച്ചറോ അങ്ങനെയൊക്കെ ആയിട്ട് പോയേനെ. ഇതായതുകൊണ്ട് നമുക്ക് കിട്ടി. എന്താ നന്നായിട്ടുണ്ട് കേട്ടോ, മനോഹരമായിട്ടുണ്ട്. എല്ലാം കൊണ്ടും എല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് മറ്റേ പപ്പു ചേട്ടൻ്റെയും അതുപോലെ തന്നെ ലാലേട്ടൻ്റെയും ആ മാനരസം അതിമനോഹരമായിട്ടുണ്ട്. കാരണം ആ സിനിമയിൽ നമ്മൾ കണ്ട പോലെ തന്നെ കാരണം ആ ഒരു ലിപ്പ് വ്യത്യാസം ഇല്ലാതെ അടിക്കുന്ന ആ കിളി പോകൂലേ, അതുവരെ നല്ല കറക്റ്റായിട്ട് നിങ്ങളത് എന്താണ് ഒരു ലാഗില്ലാതെ ചെയ്ത്. ഇത് വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ റിവേഴ്സ് പോരൂലേ, റിവേഴ്സ് പോരുമ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാൽ അതിമനോഹരമായിട്ട്, കാരണം ഒരു സൈഡ് ചരിച്ച് തന്നെ റിവേഴ്സ് പോണ്, അത് വളരെ മനോഹരമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, നേരത്തെ നാഗവല്ലിനെ ഒതുക്കാനാണ് നോക്കിയത്. കാരണം നാഗവല്ലിനെ അവിടെ പൂർണ്ണമാക്കി ഒതുക്കി കളഞ്ഞ്. പക്ഷേ ഇനി വരുന്ന നാഗവല്ലിമാർ ആരൊക്കെ വന്നാലും ശരി, എന്തൊക്കെ മോഹൻലാലാണോ അല്ലെങ്കിൽ ഞാൻ വലിയ മന്ത്രവാദി വന്നാലും ശരി, ഇനി നടക്കൂല. കാരണം ഐഡിയ ഒക്കെ പഠിച്ചു പോയി എന്നൊരു ക്ലൈമാക്സ് വളരെ മനോഹരമായിരുന്നു. അത്യാവശ്യം ഹ്യൂമർ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ മലയാളികളുടെ വസ്ത്രത്തിന് ഇത്രയും ഐശ്വര്യമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സ്കിറ്റായിരുന്നു. ഇനി മുതൽ നമ്മുടെ ഇതിനകത്ത് എല്ലാത്തിനും ഇങ്ങനെ വേഷം, നല്ല ഐശ്വര്യത്തോടു കൂടി ജഡ്ജ് ശരിക്കും പറഞ്ഞാല് എല്ലാവരും ഇപ്പം നിരന്ന് നിൽക്കേണ്ടതായിരുന്നു. ആ 12 പേരും കൂടെ നിരന്ന് നിന്നിരുന്നെങ്കിൽ ഒരു ആന ചന്തം ഉണ്ടായേനെ. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, ഇതിൽ നമ്മുടെ ആർട്ട്, നമ്മുടെ കോസ്റ്റ്യൂമേഴ്സ് ആണ്. പേര് പറഞ്ഞോ? ലാലേട്ടനും അവരെല്ലാവരും കൂടിയാണ്. ലാലേട്ടനും എല്ലാവർക്കും വേണ്ടി ആ ഒരു സംഘത്തിന് വേണ്ടി ഉള്ള കയ്യടി. പിന്നെ അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പലതും പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പറയുന്നത്. അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്.
എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വരുന്നു, അത് കഴിഞ്ഞ് ഡാൻസ് വരുന്നു, വീണ്ടും പപ്പു ഏട്ടനും ലാലേട്ടനും കൂടെ സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഡാൻസ് വരുന്നു, അത് കഴിഞ്ഞ് രാമനാഥൻ വരുന്നു. അതിനൊരു ഫിഗറുണ്ട്, രാമനാഥനും ഏകദേശം ഒരു സാമ്യമുണ്ട്, കറക്റ്റ് ആളെ നിങ്ങൾ തിരഞ്ഞെടുത്ത്. അത് കഴിഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒരു എഡിറ്റിംഗ് ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വിജയം. മറ്റ് പലരെക്കാളും നിങ്ങളതിൻ്റെ ആ മർമ്മം അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. സൈന, ബ്രജേഷ്, പപ്പു, ബാക്കിയുള്ള ഒന്നും ഞാൻ പറയുന്നില്ല, ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നാഗവല്ലി, അതുപോലെ നമ്പൂരിമാരുടെ മൂവ്മെൻറ്റ്സൊക്കെ ഇല്ല. നമ്മൾ ഈ എല്ലാ ഇൻ്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവലൊക്കെ കാണാൻ പോയിട്ടുണ്ടോ എന്നറിയില്ല. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാഡമിയുടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ ഇങ്ങനെ മൂവ്മെൻറ്റ്സൊക്കെ കാണും, ഒരേപോലെ സിങ്ക് ചെയ്ത്. എനിക്ക് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ്സ്, അതായിട്ടൊരു റിസംബ്ലൻസ് തോന്നി. അത് തന്നെ വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മർമ്മമറിഞ്ഞ് കർമ്മം ചെയ്തു. അതിന് എത്ര മാർക്ക് കിട്ടും നോക്കാം. പ്രസാദ് ഏട്ടാ 28 മാർക്ക് 30-ൽ. ബിജു ചേട്ടാ 28 on 30. ഓക്കെ, നാദിഷിക ഈ കാര്യത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ തല്ലും. 28 ടോട്ടൽ 84 ആണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10-ൽ 9 മാർക്ക്, ടോട്ടൽ 93 on 100. നല്ലൊരു ഹൈ സ്കോറാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ തുടരട്ടെ. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. പിന്നെ ഒരു കാര്യം കൂടി, പുള്ളിക്കാരനൊരു 2 സ്റ്റാർ ഒന്ന് ചെയ്യണത്. ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എടേ ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചൻ്റെ മോള് ചന്ദ്രിക, നീ എന്നതാടേ കരുതിയ? നീ അങ്ങ് പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറഞ്ഞ് പോയാൽ ഈ രമണൻ കെട്ടിത്തൂങ്ങിക്കിടന്ന് ആടുവന്നു. അത് പണ്ട്. ഇന്ന് ഈ രമണന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിലും ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും. അടുത്തത് പിന്നെ വിജയരാഘവൻ സാറിൻ്റെ ശബ്ദം. എടാ കാർത്തികായ, കയ്യൂക്കിന്റെ ഭാഷ നിനക്ക് വശമുള്ള നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചിട്ട് വകയല്ല നീ ഹോസ്പിറ്റലുകാരെ തല്ലി താർത്തത്. ആ കയ്യിൻ്റെ എല്ലാം ഒരു 4 പീസാക്കിയ പിന്നെ ആരുടെ മുമ്പിലും പൊക്കില്ല നീ. അത് നടേശ കൊല്ലണ്ട. താങ്ക് യു. ഞങ്ങളുടെ ഈ സ്ക്രിപ്റ്റിനെ ഇതിൻ്റെ ഗ്രൂമറായ ഷിബു കൊഞ്ചിറയും അതുപോലെ തന്നെ ഋഷി അണ്ണനും ഞങ്ങളെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഷിബുവിനും ഋഷിക്കും കൺഗ്രാറ്റ്സ്. ചുങ്ക ജ്വല്ലറി 5 minutes fun star. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 minutes fun star. ചരിത്രം റൗണ്ടുമായി എത്തുന്നു ടീം സല്ലാപം. പുകവലിയും കൊണ്ടുള്ള ദോഷങ്ങൾ നിനക്ക് അറിയാം. അതൊന്നും അറിയാതെ ഇതൊക്കെ നിർത്ത്, വേറെ പണിയൊന്നുമില്ല. ഇന്ന് ഞങ്ങളുടെ വാ, ഇന്ന് പുകവലി എങ്ങനെ നിർത്താമെന്നുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് പോവാം, നീ വാ. ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ദുശീലമാണ് പുകവലി. പുകവലിയുടെ ഉത്ഭവത്തെപ്പറ്റി ടീം സല്ലാപത്തിന്റെ ഭാവനയിൽ. എന്താണ് ഈ കാണിക്കുന്നത്? ഞങ്ങൾ ലോഡിങ്ങുകാരല്ലേ, ഞങ്ങൾ ഇങ്ങനെ പുകവലിക്കൂ. നിർത്താൻ. ഇതൊരു പുകവലി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ആണ്, അല്ലാതെ പുകവലി പ്രോത്സാഹിപ്പിക്കാനുള്ള ക്ലാസ് അല്ല. ക്ലാസ് 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അരമണിക്കൂറായി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും ക്ലാസ് എടുക്കുന്ന പ്രഭയാണ്. ഉടനെ എത്തും. ഈ പ്രഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സ് കാണുമായിരിക്കും. ഓ, അത്രയൊന്നും കാണത്തില്ലെന്നേ. കൂടി വന്ന ഒരു 10-12 വയസ്സ് കാണും. എന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യുവാണെങ്കിൽ 10-20 വയസ്സ് കാണും. കാരണം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ എടുക്കുന്ന പ്രായമാകണ്ടേ. എന്റെ ശരിയാണെങ്കിൽ ഒരു 17 വയസ്സുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആൾക്ക് എന്നെ പോലെ സൗന്ദര്യം കാണും. എന്താ എല്ലാരും സ്വപ്നം കാണുന്നത്? അല്ല, പ്രഭ വരുമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രഭ. ഞാനാണ് ആ പറഞ്ഞ പ്രഭാകരൻ. പുകവലിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. താങ്കൾ ഇങ്ങ് വരൂ. എന്താണ് താങ്കളുടെ ചെവിയിലിരിക്കുന്നത്? രാവിലെ കത്തിച്ച് വെച്ചതിന്റെ പകുതിയാ, വൈകിട്ട് വലിക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ബീഡി മുഴുവൻ വലിക്കുന്നതിനേക്കാൾ ദൂഷ്യമാണ് അത് കെടുത്തി വെച്ചിട്ട് വലിക്കുന്നത്. കെടുത്തി വെച്ചിട്ട് വലിച്ചാൽ എങ്ങനെയാ സാറേ പുക വരുന്നത്? നിർത്തി, രാജപ്പൻ നിർത്തി. ഹോ, എന്തായാലും എന്റെ ക്ലാസ് കൊണ്ട് ഒരാളെങ്കിലും പുകവലി നിർത്തിയല്ലോ. ഇനിയും മുതൽ രാജപ്പൻ ഒരു ബീഡി കത്തിച്ചാൽ അത് മുഴുവൻ വലിച്ചു തീർത്തിട്ടേ അടങ്ങൂ. മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ വലിച്ചാൽ പുകവലിക്ക് അഡിക്റ്റായി പോകും. ആ പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ പുക വലിക്കുന്നുണ്ട്, എന്നിട്ട് ഇതുവരെ ഞാൻ അതിന് അഡിക്റ്റ് ആയിട്ടില്ലല്ലോ. നോട്ട് എ പോയിന്റ്. ഓ, നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പുകയിലയിൽ നിക്കോട്ടിൻ അടങ്ങിയിരിക്കുന്നു. അവൻ അടങ്ങിയിരിക്കുന്നത് നന്നായി, അല്ലെങ്കിൽ ഇടിച്ചവന്റെ കൂമ്പ് ഞാൻ വാട്ടും. താടിക്ക് തീ പിടിക്കുമ്പോൾ ബീഡി കത്തിക്കരുത്. ബീഡിക്ക് തീ പിടിക്കുമ്പോ താടി കത്തിക്കാവോ? ഓ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഈ മാരകമായ വിഷം വലിച്ചു കയറ്റിയിട്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ആര് പറഞ്ഞ് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്? എന്റെ നാട്ടുകാർക്ക് നല്ല പ്രയോജനം തന്നെ. രാത്രി 10 മണിക്ക് ഞാൻ അങ്ങോട്ട് ചുമ തുടങ്ങും, രാവിലെ 7 മണി വരെ അതങ്ങ് തുടരും. അതുകൊണ്ട് ഒറ്റ കള്ളന്മാര് പോലും ആ പ്രദേശത്ത് വരത്തില്ല. എങ്ങനെ വരും? ടെലിഫോൺ പോസ്റ്റിൽ കല്ലെറിയുന്ന പോലുള്ള ശബ്ദമല്ലേ? അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങളുടെ പുകവലി എത്ര പേർക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ ചെല്ലുമ്പോൾ 5 മിനിറ്റ് പരസ്യം ആർക്ക് വേണ്ടി? പുകവലിക്കുന്നവർക്ക് വേണ്ടി. അല്ല, ഈ പുക വലിക്കാത്തവരും അത് കണ്ടു മുഷിയണ്ടേ? മാത്രമാണോ എത്ര രൂപ മുടക്കുന്നു, ഗ്രാഫിക്സ് ചെയ്യുന്നു, ഇന്ത്യ മുഴുവനും പ്രദർശിപ്പിക്കുന്നു, പാവപ്പെട്ട ഹിന്ദിക്കാരനെ കൊണ്ട് മലയാളം പറയിപ്പിക്കുന്നു. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്. ഒരു മനുഷ്യൻ പുക വലിച്ച് പകുതിയാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താങ്കൾ പറയൂ. എന്ത് സംഭവിക്കാൻ? ആ സുരേഷ് വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോകുന്നു. സാർ, പുകവലി അങ്ങനൊന്നും പുച്ഛിച്ച് തള്ളരുത്. മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയുള്ളത് പുക വലിക്കുമ്പോഴാണ്. ഒരൊറ്റ ബീഡി കത്തിച്ചാൽ മതി, 10-12 എണ്ണം ചുറ്റിനും കാണും. ഒരൊറ്റ ബീഡി മതി ഒരാളുടെ ജീവിതം മാറി മറിയാൻ. സാർ എന്നാ മിമിക്രിക്കാരനാണോ സാറേ? ഹലോ സാർ, നിങ്ങൾ ആദ്യമായി പുകവലി തുടങ്ങിയത് എങ്ങനെയാണ്? ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് എല്ലാം പൊളിഞ്ഞപ്പോ തൊഴിലാളികളെല്ലാം കൂടി എന്നെ വലിപ്പിച്ചെന്നേ. പുക വലിപ്പിച്ചെന്ന് ടെൻഷൻ കാരണം. എന്തായാലും എന്റെ ഇത്രയും നാളത്തെ റിസർച്ചിൽ ഞാൻ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ പുകവലിക്കാരും അതുമൂലമുള്ള രോഗികളും ഏറ്റവും കൂടുതലുള്ളത് തണുപ്പുള്ള പ്രദേശങ്ങളിലാണ്. അതായത് ഊട്ടി, കാശ്മീർ, കൊടൈക്കനാൽ, ഡൽഹി. സാർ, ഡൽഹിയിലല്ലേ താജ്മഹൽ? അതെ. അപ്പൊ ചാർമിനാറോ? അതെന്റെ പോക്കറ്റിലുണ്ട്. ഏയ്, അതിന് തരൂ, അത് പുറത്തു കൊണ്ടുപോയി കളയൂ. താങ്കളുടെ നാട്ടുകാരനല്ലേ, ഒന്ന് ഉപദേശിച്ചുകൂടെ? കഴിഞ്ഞ 10 വർഷമായി ഞാനിത് വലിക്കുന്നു. എന്നെ ഈ ഇരിക്കുന്ന ആരും ഉപദേശിക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അവരെ ഉപദേശിക്കുന്നത്? ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. സാർ, ഇത്രയും കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലേ? ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. സാർ, യേശുദാസും പുകവലിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? അയ്യോ, ഇത്രയും ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ ഒരാളെങ്കിലും ഒരു ചോദ്യം ചോദിച്ചല്ലോ. സത്യം പറഞ്ഞാൽ അദ്ദേഹവും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം പുക വലിക്കില്ല എന്നുള്ള വ്യത്യാസമാണ്. യേശുദാസ് പാടും, പുകവലി പാടില്ല. അതാണ് അതിന്റെ വ്യത്യാസം. വലിക്കുന്നവരെല്ലാം സാറ് കുറ്റം പറയും. സത്യത്തിൽ പുകവലി കണ്ടുപിടിച്ചവന്മാരല്ലേ കുറ്റക്കാര്. സത്യത്തിൽ ആരാ സാറേ ഈ പുകവലി കണ്ടുപിടിച്ചത്? എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ബീഡിയല്ല, AD 16-ാം നൂറ്റാണ്ടിൽ കൊടും ശൈത്യത്താൽ വലയുന്ന മാളവികപുരം രാജ്യം